തനിക്കെന്തോ ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ട്, ഉടനെ മരിച്ചു പോകും എന്ന് പേടിച്ച് ആശുപത്രികളെ മുഴുവൻ കയറി ഇറങ്ങി എല്ലാ ടെസ്റ്റുകളും എടുത്ത് അതിലൊരു കുഴപ്പമില്ല എന്നറിഞ്ഞാലും പിന്നെയും ഒരു വിശ്വാസം കിട്ടാതെ ആശങ്കപ്പെട്ട് ഉറക്കമില്ലാതെ അലഞ്ഞു നടക്കുന്ന ആരെയെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? 2 മാസം മുമ്പ് എൻ്റെ അടുത്തൊരു ക്ലയന്റ് വന്നു. ആള് ഒരു വെൽ സെറ്റിൽഡ് ഫാമിലിയിലെ മെമ്പറാണ്. നല്ല ജോലിയുണ്ട്, നല്ല സാലറി ഉണ്ട്. വൈഫും 12 വയസ്സുള്ളൊരു മകനും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. ആള് പറഞ്ഞ പ്രശ്നം ഇതാണ്: എനിക്ക് യാതൊരു സമാധാനവും. ഒരു 3-4 മാസമായി ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. എനിക്ക് വയറ്റിൽ ക്യാൻസർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 4 മാസം മുമ്പ് വയറിന് ചില അസ്വസ്ഥതകളൊക്കെ വന്നു. അപ്പൊ തൊട്ടേ എന്റെ മനസ്സിൽ പറയുന്നത് എനിക്ക് ക്യാൻസർ ആണെന്നാ. ഞാൻ ഒത്തിരി ആശുപത്രികളിൽ പോയി, ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തു. പറ്റുന്ന ഏറ്റവും വലിയ ആശുപത്രികളിലൊക്കെ തന്നെയാണ് പോയത്. പക്ഷെ ടെസ്റ്റ് റിസൾട്ട് എല്ലാം പറയുന്നത് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലെന്ന്. പക്ഷെ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ അവസ്ഥ എന്നൊരു മാറ്റം വേണം. ഇതാണ് അദ്ദേഹം ഉന്നയിച്ച ആശങ്ക, ഒരുതരം ഹെൽത്ത് ആങ്സൈറ്റി. ഞാൻ ഇതിന്റെ റീസൺ അറിയാനായിട്ട് അദ്ദേഹത്തോട് കുറച്ചധികം നേരം സംസാരിച്ചു. അങ്ങനെ കുറേയേറെ സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം കടന്നു പോകുന്ന ആ അന്തരീക്ഷമാണ് അദ്ദേഹത്തിന് ഈ ഒരു ആങ്സൈറ്റിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ളത്. ആക്ച്വലി അദ്ദേഹത്തിന്റെ ഒരു ഫിയർ ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് വാസ് എ ക്രൈ ഫോർ ഹെൽപ്പ്. അവരുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഭാര്യയിൽ നിന്ന് വലിയ രീതിയിൽ ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് സഫർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇത്രയും കാലമായിട്ടും പുറത്തൊരു മനുഷ്യരോട് പോലും അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ വൈഫിന്റെ രീതികൾ കാരണം സ്വന്തം കുടുംബത്തിൽ നിന്ന് അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി. ഇപ്പോ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരും തന്നെ അദ്ദേഹത്തോട് സഹകരിക്കുന്നില്ല. സഹകരിക്കാൻ പറ്റിയൊരു സാഹചര്യവുമല്ല. പലപ്പോഴും മകനെ ദേഹോപദ്രവം ഏൽപ്പിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന് പല കാര്യങ്ങൾക്കും അവരുമായിട്ട് കീഴ്പ്പെടേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ നമുക്ക് മുഴുവനായും പറയാൻ കഴിയാത്ത ഒട്ടനേകം മാനസികമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. സ്വന്തം മകന്റെ മുന്നിൽ വെച്ചും അതിക്രൂരമായ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് പല സാഹചര്യത്തിലും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ പറയുന്നതിന് എനിക്ക് പരിമിതിയുണ്ട്. എന്നാൽ ഈ കേസിലാകെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വർഷങ്ങളായി ഒരു മനുഷ്യൻ മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ അനുഭവിച്ചു വരുന്ന ശാരീരിക, മാനസിക വേദനകൾ, ഒറ്റപ്പെടൽ, നിസ്സഹായത, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എപ്പോഴും ഉള്ളത് ക്രോണിക് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ത്രെറ്റിലാണ്, അതായത് ഒരു ഭീതിയിലാണ് അദ്ദേഹം എല്ലായ്പ്പോഴും നിലകൊള്ളുന്നത്. എന്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം എന്നൊരവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ നെർവസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. കാലക്രമേണ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഈ പേടി അദ്ദേഹത്തിന്റെ ഹെൽത്ത് കൺസേണിലേക്ക് മാറി. അതാണ് ഈ ക്യാൻസർ ആണ് എന്നുള്ളൊരു പേടിയും ഒരു ഹെൽത്ത് ആങ്സൈറ്റിയും ഒക്കെ ആയിട്ട് നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിച്ചത്. ചില സമയത്ത് യഥാർത്ഥ മുറിവുകൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് തന്നെ ആകണം എന്നില്ല. അത് ചിലപ്പോൾ നമ്മുടെ മനസ്സിനാകും. അത് പല രീതിയിലുണ്ടാകാം. ബോഡി പലപ്പോഴും ഒരു മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതായത് മനസ്സിൽ നടക്കുന്ന പല സംഘർഷങ്ങളുടെയും പ്രതിഫലനം ശരീരം പല രീതികളിലൂടെ നമ്മളെ കാണിച്ചു തരാറുണ്ട്. പലപ്പോഴും നിശബ്ദമായിട്ട് നമ്മൾ സഹിക്കുന്ന പല കാര്യങ്ങളും ഒരു ഘട്ടം കഴിയുമ്പോൾ മറ നീക്കി പുറത്തു വരും. സോ നമ്മുടെ പ്രോബ്ലത്തിന്റെ യഥാർത്ഥ റീസൺ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കാരണങ്ങൾ കണ്ടുപിടിക്കാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഒരു ഇമോഷണൽ സൈഡും കൂടെ നമ്മൾ പരിശോധിക്കുക. എപ്പോഴാണോ നിങ്ങൾക്ക് സഹായം ആവശ്യം, തീർച്ചയായും ഒരു മാനസികാരോഗ്യ വിദഗ്ധനിൽ നിന്നും സഹായം സ്വീകരിക്കുക.